ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രായം തളർത്താത്ത ഒരാളെയാണ്. യന്ത്രങ്ങൾ നാടുവാഴുന്ന ഈ കാലത്തും കയ്യും മഴുവും ഒക്കെ കൊണ്ട് വൻമരങ്ങളുടെ കാതൽ തേടുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ നാരായണൻ. മരം എറിക്കൽ എന്ന അപൂർവ തൊഴിലിലൂടെ വിസ്മയമാവുകയാണ് ഈ 78-കാരൻ. മരത്തടികളുടെ പുറംഭാഗത്തെ വെള്ളയും തൊലിയും ചെത്തിമാറ്റി കാതൽ മാത്രം വേർതിരിച്ചെടുക്കുന്ന പണിയാണ് എറിക്കൽ. മര ഉരുപ്പടികൾ ചെതൽ പിടിക്കാതെയും കേടുപാടുകൾ കൂടാതെയും ദീർഘകാലം നിലനിൽക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി നാരായണേട്ടൻ ഈ തൊഴിൽ മേഖലയിലുണ്ട്. നിലവിൽ തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ണാരപ്പുരം നിർമ്മാണത്തിനുള്ള പഴക്കമേറിയ പ്ലാവിൻ തടികൾ ഒരുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ആദ്യകാലത്ത് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന നാരായണൻ പിന്നീട് തോണി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. മരത്തടികൾ അകവും പുറവും കൊത്തിയെടുത്ത് തോണികൾ നിർമ്മിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഈ മേഖലയിൽ സജീവമായിരുന്നു. എന്നാൽ ഫൈബർ വള്ളങ്ങളുടെ കടന്നുവരവോടെ മരമറിക്കൽ തൊഴിലാളിയായി മാറി. ഫൈബർ വന്നതിനോടെ തോണിയുടെ പണി ഇപ്പം പിന്നെ ലാഗത്ത് ഇങ്ങനെ വേറെ ആരുമില്ല. ഇപ്പോൾ പണിക്കാളില്ല, ഒരാളെ കൂട്ടാനില്ല. അവർ കുറേ ആയി പറയുന്നു, ആരുമില്ല. ഇടിയില്ല, കിഴക്കുണ്ട്, ഇടിയില്ല, നാട്ടിലില്ല. അമിതമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ളതിനാൽ പുതിയ തലമുറ ഈ തൊഴിൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂരിലെ മരമില്ലുകളിലും ക്ഷേത്രങ്ങളിലും ഇദ്ദേഹത്തിന് ഇന്നും പണിയൊഴിഞ്ഞ നേരവുമില്ല. പ്രായത്തിന്റെ അവശതകളില്ലാതെ കഠിനമായ തടികളിൽ മഴുവേന്തി കാതൽ തേടി നാരായണേട്ടൻ യാത്ര തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മരം എറിക്കൽ എന്നുള്ള രീതിയെ കുറിച്ച് തന്നെ കേൾക്കുന്നത്. ഒരുപക്ഷെ ഈ പുതുതലമുറയിലുള്ള മിക്ക ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു രീതി പണ്ടുണ്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. കാരണം ഇപ്പോൾ കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന യന്ത്രമാണ്. അത്രയധികം അധ്വാനം ഈ മരയെറിക്കലിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിലേക്ക് അധികം ആരും പോകാത്തത്. പക്ഷെ ഇപ്പോഴും നാരായണേട്ടൻ ആ പഴയ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതിന് നല്ല ആരോഗ്യം വേണം. നാരായണേട്ടൻ അത് ഉണ്ട് താനും. ഈ 78-ാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെയാണ് ആളിരിക്കുന്നത്. പല രീതിയിലുള്ള തൊഴിൽ മേഖലകളിൽ ജോലിയെടുക്കുന്ന ആളുകളെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് പൊതുവെ മനസ്സിലായിട്ടുള്ളത് ഈ മരപ്പണി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അധ്വാനം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരിക ക്ഷമത വേണ്ടത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 78-കാരന്, കാരണം പൊതുവെ വീട്ടിലൊക്കെ തന്നെ വിശ്രമിച്ചിരിക്കേണ്ട ഒരു പ്രായത്തിലാണ് അദ്ദേഹം ഈ രീതിയിലുള്ള തൊഴിലെടുക്കാനായിട്ട് രംഗത്ത് വരുന്നത്. അത് മാത്രമല്ല, ശാരീരിക ക്ഷമതയോ അധ്വാനവും മാത്രം പോരാ, കൃത്യമായ പരിശീലനം വേണം. വൈദ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ഈ വെള്ളയൊക്കെ തന്നെ ഒഴിവാക്കി കൃത്യമായി കാതൽ ശേഖരിക്കാൻ കഴിയുള്ളൂ ഓരോ മരത്തിൽ നിന്നും. അത് സാധാരണ ഒരു രീതിയല്ല, കാരണം ഒരു മിഷനറി ഒന്നും തന്നെ ഉപയോഗിച്ചു കൊണ്ടുള്ള തൊഴിലല്ല. കാരണം കാസർഗോഡിനെയൊക്കെ തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മളുടെ നല്ല രീതിയിലുള്ള നമ്മുടെ വീട്ടുപകരണങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ദാരുശില്പകലകളിലേക്കൊക്കെ തന്നെ ആവശ്യമുള്ള ദാരുശില്പങ്ങളിലേക്കൊക്കെ തന്നെ ആവശ്യമുള്ള നല്ല കാതൽ അത് പക്ഷേ പ്ലാവിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിൻ്റെതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാതൽ തേടിയുള്ള ഒരു യാത്രയാണ്. ശരിക്കും കാതലിനോടുള്ള കാതൽ എന്നൊക്കെ തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു ജീവനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷേ അത് കഴിയുന്നില്ല. കാരണം പുതിയ തലമുറ അത്രത്തോളം റിസ്ക് എടുത്ത് അത്രത്തോളം അധ്വാനമുള്ള തൊഴിലേക്കൊന്നും തന്നെ രംഗത്തേക്ക് വരുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇനി ചെറിയ രീതിയിലുള്ള മിഷനറിയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മരമറിക്കൽ ഭാവിയിൽ ആ രീതിയിലേക്കുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ തന്നെ ആ ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ആ രീതിയിലേക്കുള്ള മാറ്റങ്ങളും കൂടി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതൊരു തനതായ തൊഴിൽ മേഖലയാണ്. അത് അങ്ങനെ തന്നെ സംരക്ഷിച്ചു പോകണം. കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കൽ സഹായമൊക്കെ തന്നെ ഈ രീതി പകർന്ന് നൽകാൻ തന്നെയാണ് നാരായണേട്ടൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്രയധികം അധ്വാനം വേണ്ടതുകൊണ്ട് തന്നെ ആരും അധികം വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നല്ല കാതലുള്ള ഒരു മനുഷ്യൻ. കാരണം ഈ 78-ാം വയസ്സിലും എന്ത് ചുറുചുറുക്കോടെയാണ് ഇരിക്കുന്നത്.